ഇപ്പൊ സംരംഭകരുണ്ടാക്കാനാണ് നോക്കുന്നത്. പക്ഷെ അതൊക്കെ വെച്ച് കണക്ക് നോക്കുമ്പോൾ ഞാനൊക്കെ 35 വർഷം ഈ ഒരു മേഖലയിൽ, ഇന്ന് സംരംഭകരെ തട്ടിയിട്ട് നമുക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ അത്രയും ട്രെയിനിങ്ങുകൾ ലക്ഷക്കണക്കിന് പരിശീലനങ്ങൾ കൊടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. എല്ലാവരും ഇങ്ങനെ ക്ലാസ് കേൾക്കാനുള്ള ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ടൊന്നും സമയമില്ല ഞങ്ങൾക്ക്, പെട്ടെന്ന് കേട്ടിട്ട് പോകാൻ പറ്റിയൊരു സാധനമല്ല ചക്ക, അത് നിങ്ങൾക്ക് അറിയാലോ. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ലേറ്റായിട്ട് വന്ന 2-3 ആളുകളുണ്ട്. അപ്പം എൻ്റെ പേര് പത്മിനി എന്നാണ്. ഞാൻ വയനാടാണ് എൻ്റെ സ്വന്തം വീട്. പക്ഷെ വയനാട്ടിൽ ഒരിക്കലും ഉണ്ടാവാറില്ല. ഇന്ന് നമ്മളെ ചക്കയായിട്ട് ബന്ധപ്പെട്ടിരുന്നു. ചക്ക മാത്രമല്ല, കർഷകരുണ്ടാക്കുന്ന, നമുക്കറിയാലേ, ഒരു കർഷകൻ ഒരു കൃഷി ചെയ്ത് ഒരു കാർഷിക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയാൽ അതിന് തനതായ വില കിട്ടാത്ത ഒരു അവസ്ഥയാണ് നമ്മളെ നാട്ടിലുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ കൃഷി വകുപ്പും വ്യവസായ വകുപ്പും അതുപോലെ എല്ലാ വകുപ്പും ഉണ്ട്. ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അടക്കം, എന്താ പറയാ, നമ്മളെ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ്, എല്ലാ ഡിപ്പാർട്ട്മെന്റും ഇപ്പൊ സംരംഭകരുണ്ടാക്കാനാണ് നോക്കുന്നത്. പക്ഷെ അതൊക്കെ വെച്ച് കണക്ക് നോക്കുമ്പോൾ ഞാനൊക്കെ 35 വർഷം ഈ ഒരു മേഖലയിൽ, ഇന്ന് സംരംഭകരെ തട്ടിയിട്ട് നമുക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ അത്രയും ട്രെയിനിങ്ങുകൾ ലക്ഷക്കണക്കിന് പരിശീലനങ്ങൾ കൊടുത്തിട്ടുള്ള ഒരാളാണ് ഞാൻ. എൻ്റെ പേര് സാം എബ്രഹാം. എൻ്റെ സ്വദേശം എന്ന് വെച്ചാൽ വാളകമാണ്. ഞാനൊരു സംരംഭകനാണ്. അത് വാല്യൂ എഡീഷൻ പ്രോഡക്റ്റിൻ്റെ, അതായത് ജാക്ക് ഫ്രൂട്ട്, ബനാന തുടങ്ങിയ ഫ്രൂട്ട്സിൻ്റെ വാല്യൂ എഡീഷൻ ചെയ്യുന്ന ഒരു യൂണിറ്റ് ഞങ്ങൾക്കുണ്ട്. ഞങ്ങളൊരു പാർട്ട്ണർഷിപ്പ് ഫേമാണ്. അപ്പോൾ ഇതിൻ്റെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ പത്മിനി ശിവദാസ് മാഡത്തിൻ്റെ ട്രെയിനിങ്ങിനായിട്ട് വന്ന് ചക്കക്കൂട്ടം ഗ്രൂപ്പ് മെമ്പറാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്ത പ്രകാരമാണ് ഇന്ന് ഈ ട്രെയിനിങ് ഇവിടെ സംഘടിപ്പിച്ചത്. നേരത്തെ ചാലക്കുടിയിലേക്ക് പോയി 3 days വർക്ക്ഷോപ്പ് ആയിരുന്നു. പക്ഷേ 3 days വർക്ക്ഷോപ്പിലേക്ക് ഞങ്ങൾ ഇവിടുന്ന് മാറി നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട്, പല ആക്ടിവിറ്റീസിലും ഇൻവോൾവ് ആയതുകൊണ്ട് 3 days മാറി നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളിവിടെ ഇന്ന് ഈ 2-day വർക്ക്ഷോപ്പ് ട്രെയിനിങ് കണ്ടക്ട് ചെയ്തത്. ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, കൃഷി വകുപ്പ്, വ്യവസായ വകുപ്പ്, അങ്ങനെ എല്ലാ ആളുകളും സംരംഭകർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. നിങ്ങളൊക്കെ കൃഷിഭവന്റെ എന്തെങ്കിലും ഹെൽപ്പ് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കിട്ടിയിട്ടുള്ള ആളുകൾക്ക് അറിയാം. ഇന്ന് നമ്മളെ കൃഷി വകുപ്പ് ചെറിയ രീതിയിൽ സംരംഭം ചെയ്യുന്നതിന് ഒരു റിവോൾവിംഗ് ഫണ്ടായിട്ട് ഒരു 25,000 രൂപ, ചെറിയൊരു ഗ്രൂപ്പായിട്ട് 4 പേര് കൂടിയിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ 25,000 രൂപ നിങ്ങൾക്ക് തിരിച്ചടക്കണ്ട. നിങ്ങൾ കൂണിന്റെ പരിശീലനം ചെയ്യണമെങ്കിൽ 11,000 സംതിങ് ഉറുപ്പ്യ കൃഷി വകുപ്പ് ചെയ്യേണ്ട, അത് നിങ്ങൾ തിരിച്ചടക്കണ്ട. അങ്ങനെ നിരവധി ഫണ്ടുകൾ നമ്മളെ ഓരോ ഡിപ്പാർട്ട്മെന്റും നമുക്ക് തരുന്നുണ്ട്. പക്ഷെ നമ്മളിത് അറിയുന്നുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. പക്ഷേ ഇവിടെ പലതും നടക്കുന്ന എന്താ വെച്ചാല്, ഒരു കൃഷി വകുപ്പാണ്, കൃഷി വകുപ്പിന്റെ ചുറ്റുപാടുള്ള കുറച്ച് ആളുകളുണ്ട്, അവരറിയാം, അവർ ആ സാധനം കൊണ്ടു, അവരൊന്നും ചെയ്യില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഇത്രയും ട്രെയിനിങ് കൊടുത്തിട്ടും സംരംഭകരില്ലാത്തതിന്റെ ഒരു കാരണം അത് തന്നെയാണ്. അത് അർഹതപ്പെട്ട ആളുകളെ കൈകളിൽ എത്തുന്നില്ല. അപ്പൊ നിങ്ങൾ ഇനി അഥവാ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ വ്യവസായ വകുപ്പിലും കൃഷി വകുപ്പിലും പോയിട്ട് നിങ്ങളെ കാര്യങ്ങൾ ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് പറഞ്ഞ് അതിന് വേണ്ടിയിട്ടുള്ള അവിടുന്ന് കിട്ടുന്ന സഹായങ്ങളൊക്കെ നിങ്ങൾ വാങ്ങിയെടുക്കുക. ഇതൊക്കെ എങ്ങനെയാ വന്നതെന്ന് വെച്ചാൽ, നമ്മളെ പോലെ ട്രെയിനിങ് കൊടുക്കുന്ന ആളുകൾ പല മീറ്റിങ്ങുകളിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഇതിന്റെ ഡിപ്പാർട്ട്മെന്റിന്റെ ഉന്നത തലത്തിലുള്ള ആളുകളുമായിട്ട് ചർച്ച ചെയ്യും, അവരിൽ എത്തിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഈ സംഭവമൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നത്. മനസ്സിലായോ? എന്ത് കാര്യം, കർഷകരെ കാര്യങ്ങൾ നമ്മൾ എവിടെ പോയാലും ഞാനൊക്കെ അടി ഉണ്ടാക്കും. എന്ന് വെച്ചാൽ എനിക്ക് ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ആരുടെ പോയി പറയാം. നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ പറയാൻ പറ്റണമെന്നില്ല. മനസ്സിലായോ? ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ ഒരു മതപരമായിട്ടോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് പോയിട്ട് പറയാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. എന്നെ സംബന്ധിച്ച് എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ആരെടുത്ത് വേണമെങ്കിൽ എനിക്ക് എന്ത് പോയിട്ട് സഹായം ചോദിക്കാം, ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെയല്ല അങ്ങനെ ചെയ്യണം എന്നുള്ളത് പറയുകയും ചെയ്യാം. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് നമ്മളെ കേരളത്തിന് പുറത്തും 8ഓളം സ്റ്റേറ്റുകളിൽ ഞാനിപ്പം സംരംഭകർ ട്രെയിനിങ് കൊടുക്കാൻ പോകുന്നുണ്ട്. ഏറ്റവും വലിയൊരു സന്തോഷ വാർത്ത നിങ്ങളോട് പറയാം. ഒരു 5-6 വർഷമായിട്ട് മേഘാലയ ഗവൺമെന്റ് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക. അവിടെ ജാക്ക് ഫ്രൂട്ട് ഉണ്ട്. പക്ഷെ അവിടുത്തെ ജാക്ക് ഫ്രൂട്ടിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ ഏത് നമ്മൾ പ്ലാവ് നട്ടാലും കൂടച്ചക്ക മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ ചക്കേന്റെ ഒരു പരിപാടി ഇതുവരെ തുടങ്ങിയിട്ടില്ല. ഞാനൊരു 3-4 മാസം മുമ്പ് അവിടെ പോയി വലിയൊരു യൂണിറ്റ്, ഓൾറെഡി ഒരു യൂണിറ്റ് ഉണ്ട്. ആ യൂണിറ്റിൽ നമ്മൾ ജാക്ക് ഫ്രൂട്ടിന്റെ ഒരു വാല്യൂ എഡിഷനും കൂടെ ചെയ്യാൻ തുടങ്ങി. അത് തുടങ്ങി ആ പരിപാടി കഴിഞ്ഞ് 10 ദിവസം ഞാൻ അവിടെ പോയി നിന്നേ. ഞങ്ങളെ സമാപനത്തിന് അവിടുത്തെ ജില്ലാ കളക്ടർ, അവിടുത്തെ ബ്ലോക്കിന്റെയും എല്ലാ ആളുകളും ഉദ്യോഗസ്ഥരൊക്കെ വന്നിട്ട് നമ്മൾ ഈ പ്രൊഡക്റ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പം അവിടെ എനിക്കുള്ളൊരു ഗുണം എന്താ വെച്ചാൽ, ഇതേപോലെ എല്ലാ മിഷണറീസും നമുക്ക് അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ശരിക്കും വലിയൊരു രീതിയിൽ ഇപ്പൊ ഇന്ന് നമ്മളിവിടെ ഉദ്ദേശിച്ചത് അത് തന്നെയാണ്. ഇവിടെ നമുക്ക് ഡ്രയർ ഉണ്ട്, നിങ്ങൾക്ക് എന്താ പറയാ റിട്ടോർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ, അങ്ങനെ നിങ്ങൾക്ക് കിട്ടാത്ത, ചാലക്കുടിയിൽ കിട്ടാത്ത ഇവിടെ കിട്ടുന്ന കുറെ കാര്യങ്ങൾ നമുക്ക് ഇവിടെ ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു സംരംഭം ചെയ്യുമ്പോൾ നമ്മൾ കുറെ കട്ട്ലറ്റും
അവിടെ ചെയ്യുന്ന പോലെ കുറെ അപ്പൊ തന്നെ തിന്നുന്ന സാധനം അല്ലാണ്ട് കുറച്ച് നാള് കൂടുതൽ വെക്കാൻ പറ്റിയ സാധനങ്ങൾ നമുക്കിവിടെ ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഇവിടുത്തെ ഒരു ഗുണം. അപ്പൊ അങ്ങനെ അവിടെ പോയപ്പം നമ്മളൊരു 10-20ഓളം പ്രോഡക്റ്റ് ചെയ്യുകയും അത് അവിടുത്തെ ജില്ലാ കളക്ടർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അങ്ങനെ സാറ് അപ്പൊ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, മാഡം ഒരു കാര്യം ചെയ്യണം, ഞങ്ങളൊരു പ്രൊജക്റ്റിലേക്ക് മാഡം 2 വർഷം ഞങ്ങൾ വെക്കുകയാണ് മാഡത്തിന്റെ സമ്മതത്തോട് കൂടിയിട്ട്. അപ്പൊ അതുകൊണ്ട് മാഡം വന്നിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണമെന്ന്. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു എല്ലാ മാസവും വരണമെന്ന്. എല്ലാ മാസവും പോയില്ല എന്ന് വെച്ചാൽ എനിക്ക് ഇവിടെ കുറെ എൻ്റെ സംരംഭകരുണ്ട്, കേരളത്തിൽ തന്നെ നിരവധി ആളുകളുണ്ട് നമ്മളെങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് പോന്നെ. കൃഷി വിജ്ഞാന കേന്ദ്രത്തിലോ ഏതെങ്കിലും ഒരു ട്രെയിനിങ് സെന്ററിൽ നിങ്ങൾ ഇപ്പോൾ ഒരു ട്രെയിനിങ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒരിടത്ത് നിങ്ങൾ ഒരു സംശയം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല അവര് നിങ്ങൾക്ക് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടാക്കാനുള്ള പറഞ്ഞു തരുന്നു. എനിക്ക് തന്നെ അറിയാം, ഇവിടുത്തെ പല കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളിൽ നിന്നുള്ള പല ആളുകളും എന്നെ വിളിച്ചു ചോദിക്കാറുണ്ട്, പത്മിനി അത് ഇങ്ങനെ പറയുന്നു എന്താണ്. അപ്പൊ അതൊന്നും അറിയാണ്ടാണ് ഇവരെല്ലാരും എന്ന് വെച്ചാൽ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവര് ഒന്നും പ്രാക്ടിക്കലായിട്ട് പഠിച്ചിട്ടല്ല നമുക്ക് വരുന്നത്, ഒക്കെ എഴുതി പഠിച്ചിട്ട് വരുന്ന ആളുകളാ, അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ പോയി അവരെ 2 വർഷത്തേക്ക് മേഘാലയ ഗവൺമെന്റ് അവിടുത്തെ ഒരു യൂണിറ്റിന്റെ അഡ്വൈസറായിട്ട് തന്നെ വെച്ചു. ഇപ്പൊ ഞാൻ 3 പ്രാവശ്യം ഇപ്പൊ പോയി വന്നു. അതിനുശേഷം ഇപ്പൊ നവംബറിൽ ഞങ്ങൾ അവിടെ ഒരു വലിയൊരു ജാക്ക് ഫെസ്റ്റ് നടത്തുന്നുണ്ട്. വെച്ചാൽ അവിടെ കൂടച്ചക്ക മാത്രമേ ഉള്ളൂ. അപ്പൊ അത് വെച്ചിട്ട് എന്തൊക്കെ ചെയ്യാന്നുള്ളതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല അവർക്ക് വലിയൊരു മാർക്കറ്റിംഗ് സംവിധാനം എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റി. നമസ്കാരം, എൻ്റെ പേര് ഷിനു ജോൺ. ഞാൻ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര താലൂക്കിൽ വെളിയം ഗ്രാമപഞ്ചായത്തിൽ നിന്ന് വരികയാണ്. ഞാൻ ഈ ചക്കക്കൂട്ടത്തിൽ അംഗമായിട്ടൊരു 5-6 മാസമായിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മീറ്റിങ്ങിലൊക്കെ കൂടാറുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി കേട്ട് ഞാൻ കഴിഞ്ഞ വർഷം മുതൽ ചക്കയുടെ കുറച്ച് ചിപ്സൊക്കെ ഞങ്ങളുടെ ബിസിനസ് ചെറുതായിട്ടൊന്ന് തുടങ്ങി. അപ്പോൾ അതിന് കൂടുതൽ അറിയണമെന്ന് വെച്ചിട്ട് ഇപ്പം ഈ ചക്കക്കൂട്ടത്തിൻ്റെ ഇപ്പോൾ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം അറിഞ്ഞിട്ട് വന്നതാണ്. ഇവിടെ വന്നപ്പോൾ വളരെ സന്തോഷമുണ്ട്. പത്മിനി മാഡത്തിൻ്റെ കൂടെ നിന്ന് ഒരു പങ്കെടുക്കാനും ഇതൊക്കെ ഒന്ന് പഠിക്കാനും കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. താങ്ക് യു. പക്ഷെ നമ്മൾ ഈ വീഡിയോയിലൊക്കെ കാണുന്നില്ല, അതുപോലെയാണ് ചക്ക ഇങ്ങനെ വളർന്നിട്ട് അടിയിൽ നിന്ന് തന്നെ പല കവറുകളായിട്ട് പോയിട്ട് ആ കവറുകളിലൊക്കെ ഇങ്ങനെ നിറയെ തൂങ്ങി കിടക്കുന്ന ചക്കളാ. പല ആളുകളും ചോദിക്കുന്നത് വിളിച്ചിട്ട് പത്മിനി ചേച്ചി ട്രെയിനിങ് കൊടുത്ത ആളുകളുടെ അടുത്ത് ഉൽപ്പന്നം ഉണ്ടോ? അപ്പൊ നമ്മൾ ട്രെയിനിങ് കൊടുത്ത ആളുകൾ നല്ല രീതിയിൽ ചെയ്യുന്നത് കൊണ്ടായിരിക്കുമല്ലോ അങ്ങനെ വിളിച്ചു ചോദിക്കുന്നത്. ഇപ്പൊ നേരത്തെ ഇവിടെ ആരോ പറഞ്ഞു. നമസ്കാരം, എൻ്റെ പേര് സുവി എന്നാണ്. ഞാൻ കോന്നി സ്വദേശിയാണ്. അപ്രതീക്ഷിതമായിട്ടാണ് ഞങ്ങളുടെ ഒരു കാർഷിക ഗ്രൂപ്പിൽ ഇവിടെ ചക്കക്കൂട്ടത്തിൻ്റെ ഒരു പ്രോഗ്രാം കൊട്ടാരക്കര വല്ലത്ത് വെച്ച് നടക്കുന്നു എന്ന് അറിഞ്ഞത്. അപ്പോൾ എന്തായാലും ആ പ്രോഗ്രാമിൽ പങ്കെടുത്ത ആദ്യത്തെ ദിവസമാണ്. വളരെ ഒത്തിരി അറിവുകൾ. നമ്മൾ ചക്കയെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പാഴ്വസ്തുവാണ്, കുറച്ച് നമ്മൾ ഉപയോഗിക്കുന്നു എന്നതിനപ്പുറം ഇതിന് അനന്തമായിട്ടുള്ള ഇത്രയും സാധ്യതയുണ്ടെന്നും ഒക്കെയുള്ള, എന്തിനേറെ പറയുന്നത് കേരളത്തിൻ്റെ സംസ്ഥാന പഴഞ്ചക്കയാണെന്ന് പോലും ഞാൻ മനസ്സിലാക്കുന്നതാണ് ഇപ്പോഴാണ്. അത് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വേദിയായിരുന്നു. ഇന്നും നാളെയും ട്രെയിനിങ് നടക്കാൻ പോവുകയാണ്. ധാരാളം കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ സാധിക്കും. നമുക്കൊരു സംരംഭം തുടങ്ങണമെങ്കിൽ തന്നെ ചക്ക അധിഷ്ഠിതമായിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ ഒക്കെ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുമെന്നൊക്കെ വിശ്വസിക്കുന്നു. എന്തായാലും പ്രോഗ്രാം വളരെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നന്ദി. ശ്രീലങ്കക്കാര് പ്ലാവിനെ അന്നത്തിന്റെ മരം എന്ന് അറിയപ്പെടുന്നത്. അവിടെ പ്ലാവ് മുറിച്ച ജയിലിൽ പോയി കിടക്കേണ്ടി വരും. ഇവിടത്തെ ചന്ദനം മുറിക്കുന്ന പോലെയാണ്. അപ്പൊ അത്രയും കരുതലോടുകൂടി പ്ലാവിന് നമ്മളെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ നമ്മളെന്താക്കും, നമ്മൾ അതിനെ മൈൻഡേ ചെയ്യുന്നില്ല. ഞാൻ പറയും നമുക്ക് അഹങ്കാരം കൊണ്ടാന്ന് അല്ലേ. നമ്മുടെ നാട്ടിൽ ഇത്രയും സാധനം ഉണ്ടായിട്ട് നമ്മൾ അതിനെ വെറുതെ കളയാണ്. നേരത്തെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു 14 ഏക്കറയിൽ പ്ലാവിനെ കുറിച്ചിട്ട്. നിങ്ങൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾ ആരും വിയറ്റ്നാം മേളിൽ പ്ലാവ് വെക്കരുത്. അത് നമ്മളെ ആ ഒരു യൂട്യൂബിൽ വന്ന ഒരു സാധനം കൊണ്ട് എത്ര മനുഷ്യൻ, 3 ഫാർമർ എൻ്റെ കയ്യിലുള്ളത്. ഒരാൾ 8 ഏക്കറയിലുണ്ട്, നമ്മളെ തൃശ്ശൂര് കൊടകര എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മളെ ചക്കക്കൂട്ടത്തിലുണ്ട് വിനയൻ. അവൻ 8 ഏക്കറയിലാണ് നട്ടുള്ളത്. അത് മുഴുവനും കായായി നിറയെ. ഒരൊറ്റ ചക്ക പോലും കഴിഞ്ഞ പ്രാവശ്യം അവനെ എടുക്കാൻ പറ്റില്ല. ഫുള്ള് അതിൻ്റെ ഉള്ളിൽ ആ കറുത്ത കുത്തു പോലത്തെ സാധനമില്ലേ, അത് വന്നിട്ട് അതിന് ബോറോണിന്റെ കുറവാന്ന് ഇവര് പറയുന്നേ. ബോറോണൊന്നും ഇട്ടിട്ടൊന്നും ഒരു മാറ്റമില്ല. ഇപ്പൊ ഞാൻ വേറൊരാള് എൻ്റെ അടുത്ത് പറഞ്ഞു നന്നായിട്ട് ബോറോൺ അടിക്കാൻ വേണ്ടി പറഞ്ഞു. അവൻ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പൊ നമ്മൾ അതിന്റെ ഇടയ്ക്ക് മറ്റുള്ള അവനൊരു 1500ഓളം ഫ്രൂട്ട്സിന്റെ തൈയും കൂടെ അതിൽ വെച്ചിട്ടുണ്ട്. വലിയ രീതിയിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റുവാണെങ്കിൽ പോയി കാണേണ്ട ഒരു 14 ഏക്കറയാണ്. അയാൾ പ്രവാസിയാണ്. 14 ഏക്കറിൽ ചെയ്ത് നമ്മളൊരു ജാക്ക് ഫ്രൂട്ടിന്റെ വലിയൊരു ടൂറിസം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വലിയൊരു സംഭവം ചെയ്യാൻ വേണ്ടി പോയൊരു മനുഷ്യനാണ് അയാൾ. കഴിഞ്ഞ ദിവസം നമ്മൾ അതിന്റെ ഒരു മീറ്റിങ്ങിന് പോയപ്പോൾ ഇങ്ങനെ ഉണങ്ങി തുടങ്ങിയിട്ടുള്ളൂ. ഈ ഫസ്റ്റ് മഴ പെയ്തില്ലേ ഈ പ്രാവശ്യം, ആ മഴയത്ത് ഒരു കാറ്റ് പിടിച്ചില്ലേ, ആ കാറ്റ് പിടിച്ചതാ. ഒരെണ്ണ ഇല്ലാണ്ട് ഉണങ്ങിപ്പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കുക അയാളെ മാനസികാവസ്ഥ. കായ്ക്കാൻ തുടങ്ങിയ പ്ലാവാന്ന് ആലോചിക്കണം. 5 വർഷമായി 5 വർഷമായി അയാൾ അവിടെ പോയി ചോര നീരാക്കിയിട്ടുണ്ടാക്കിയ പൈസയാണ് ഫുള്ള് പോയത്.
ഉണ്ടാത് ചേച്ചി, അതൊക്കെ വെറും തട്ടിപ്പാ. എന്താന്ന് വെച്ചാ ഇത് അതിനെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിട്ടാ. ആ തൈയിന് അവർക്ക് നഴ്സറി ഈ തരകനില്ലേ ഒരു ജോർജ് കുളങ്ങര, അയാളെ വലിയ വീഡിയോ ഒക്കെ ഉണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ അയാളെ അവിടെ പോയാൽ നിങ്ങൾക്ക് പ്ലാവ് തയ്യേ തരുള്ളൂ, ചക്ക തരൂല വാങ്ങാൻ. നിങ്ങൾക്ക് പ്ലാവിന്റെ തൈ എത്ര വേണം തരും അയാള്, ചക്ക തരില്ല. ചക്ക ഇങ്ങനെ ഉണ്ടായി കിടക്കുന്ന കാണാം. ഉണ്ടായി കിടക്കുന്നാണ്ട് നമ്മളെല്ലാം വാങ്ങിക്കും. നിങ്ങളെയൊക്കെ മനസ്സിലതാണ്. ആ ചക്ക 3 കൊല്ലം കൊണ്ട്, ഒറ്റ കൊല്ലം കൊണ്ട് തന്നെ ഉണ്ടാവും. എന്തിനും ഉണ്ടാക്കാം. ഇപ്പൊ വിനയൻ ഡ്രമ്മിലൊക്കെ നട്ടിട്ടുണ്ട്. ഒന്നുമില്ല, വെറുതെ പ്ലാസ്റ്റിക് കവറിൽ നട്ടണം. അതിലൊക്കെ ചക്ക ഉണ്ടായി കിടക്കുന്ന കാണണം. ആരും വാങ്ങിപ്പോവും. പക്ഷെ നമുക്കതൊരു ഉപകാരം ഇല്ലെങ്കിൽ, നിങ്ങളൊരു വീട്ടിലൊരു റോസിന്റെ ചെടി നടുന്ന പോലെ ആ പ്ലാവ് നട്ടോ. അല്ലാണ്ട് അത് മാത്രല്ല, അതിൽ ഈ നമ്മൾ ഇന്ന് കണ്ടുപിടിച്ച ചക്കേന്റെ ഗുണങ്ങളൊന്നും അതിനില്ല. നമ്മള് ഇന്നിപ്പോ ചക്കയ്ക്ക് പറയുന്നുണ്ടല്ലോ, ഷുഗർ ഉള്ള ആളുകൾക്ക് കഴിക്കാം, പിന്നെ നമ്മൾ കീമോ ചെയ്ത ആളുകൾക്ക് ചക്ക പൗഡർ കഴിക്കാം. ഇതിനൊന്നും ഈ ചക്ക പറ്റില്ല. ഇതിന് അതിന്റെ ഗുണഗണങ്ങളൊന്നുമില്ല. ആക്കാം. പക്ഷെ അതിന്റെ ഗുണഗണങ്ങളില്ല. അതിന്റെ ഗുണഗണങ്ങളില്ല. അതാ ഞാൻ പറഞ്ഞേ. ഇതൊക്കെ എന്തറിയോ, നമ്മള് അന്തക വിത്തുകൾ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതിന്റെ ഒരു വേറൊരു പത്രാണ് ഇത്. നമ്മളെ ആളുകളെ പറ്റിച്ചിട്ടേ. അതേപോലെ തന്നെ നമുക്ക് ഈ പ്രാവശ്യത്തെ ഏറ്റവും നല്ല ചക്ക സംരംഭകനുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ആള് നമ്മളൊരു സംരംഭകനാ. അയാൾ ഇതേപോലെ 8 ഏക്കർ റബ്ബർ മുറിച്ചിട്ടാണ് പ്ലാവ് നട്ടിട്ടുള്ളത്. അയാൾ 1 കോടി രൂപന്റെ വലിയൊരു ഫാക്ടറിയും തുടങ്ങിയിട്ടുണ്ട്. അവിടെ ആകെ അവരെ ഇതിൽ കൊടുക്കുന്നത് എന്താണെന്നറിയോ? 80-90 ബ്രെഡ്, ചക്കേന്റെ ബ്രെഡ് ഉണ്ടായി കൊടുക്കുന്നത്. അയാൾക്ക് ഇലക്ട്രിസിറ്റി ബില്ല് മാത്രം 50,000 രൂപയാണ് ആ ബിൽഡിങ്ങിന്. പിടിച്ചു നിൽക്കാൻ പറ്റുമോ? അപ്പൊ നമ്മൾ അവിടെ പോയി വേറെ കുറെ സാധനങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മളെ ചക്കക്കൂട്ടത്തിൽ വന്നിട്ട് അയാള്, അത്രയും പ്രായമായ ഒരു മനുഷ്യൻ ഒരിക്കലും എന്റെ മുന്നിൽ കരഞ്ഞിട്ടില്ല. അന്ന് അയാൾ എന്നെ കരഞ്ഞ്, അന്ന് സുന്ദരമായിട്ടുള്ള യൂണിറ്റ് ആണോ ഇവര് വന്ന ബാച്ചാ, കരഞ്ഞ് ബഹളം വെച്ചിട്ട് അയാൾ പോയത്. ഞാൻ പറഞ്ഞു എനിക്ക് ആടൂര് തങ്കച്ചൻ ഈ പ്രാവശ്യത്തെ സ്റ്റേറ്റ് അവാർഡ് അയാൾക്കാ. ശരിക്കും നമുക്കായിരുന്നു കിട്ടുന്നത്. അപ്പൊ അയാള് കുറച്ചും കൂടി ഇതാക്കിയിട്ടുള്ളത് കൊണ്ടാണ് സുന്ദരേട്ടൻ അടുത്ത പ്രാവശ്യം സുന്ദരേട്ടൻ വാങ്ങിക്കുന്നത്. നമ്മളെ സംരംഭകർക്ക് തന്നെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു സുന്ദരേട്ടൻ സാരില്ല, നമ്മളെ കൂടെയുള്ള ഒരാളല്ലേ. അപ്പം അങ്ങനെ ഒക്കെയാണ് ഇതിന്റെ കഥ. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളാരും നിങ്ങൾ നാടൻ പ്ലാവ് വെച്ചോ. ഇനി ഒന്നുമില്ലെങ്കിൽ നേരത്തെ സാറ് പറഞ്ഞ പോലെ അതിന്റെ പ്ലാവിന്റെ ഇല നമുക്ക് ആടിന് കൊടുക്കാം, അല്ലെങ്കിൽ പശുവിന് കൊടുക്കാം. തടി നമുക്ക് കുറച്ച് കഴിയുമ്പോൾ വിൽക്കാം. കുറച്ചു കാലം നമ്മൾ കാത്തിരിക്കണം എന്നല്ലേ ഉള്ളൂ. അപ്പം അങ്ങനെ ആണ് ഈ വിയറ്റ്നാം മേളില്ല. അതെന്താ വെച്ചാൽ നിങ്ങളൊക്കെ ഈ സംരംഭകരായി വരുമ്പോഴേ ചക്ക എപ്പോഴും കിട്ടാൻ വേണ്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. അതിന്റെ ആവശ്യമില്ല. നമുക്ക് ഈ നാടൻ ചക്ക തന്നെ നമുക്ക് 10 മാസം നമുക്ക് കേരളത്തിൽ കിട്ടും. അതെങ്ങനെയാ വെച്ചാല് നമ്മൾ ഈ ഇടുക്കി, നേരത്തെ സാറ് പറഞ്ഞല്ലോ, നമ്മൾ ഏലത്തിന്റെ സൈഡിൽ കൂടിയൊക്കെ ഇടുക്കി ഭാഗത്തൊക്കെ നിറയെ പ്ലാവ് വെക്കും. അപ്പൊ ഈ ലോ റേഞ്ചിലും ഹൈ റേഞ്ചിലും നമുക്ക് ചക്ക എപ്പോഴും കിട്ടും. ഞാൻ ഓയൂര് കരിങ്ങന്നൂരിൽ നിന്ന് വരുന്നു. ഞാൻ ചക്കയുടെ ഒരു പ്രൊഡക്റ്റ് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഇങ്ങനെ ഒരു ക്ലാസ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ വീടുകളിൽ ഇഷ്ടംപോലെ ചക്കയുണ്ട്, അതെല്ലാം ഇങ്ങനെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയല്ലേ. പക്ഷേ നമുക്ക് ഒരു സംരംഭകയായാൽ എന്താണെന്നുള്ളൊരു ചിന്ത വന്നു. അങ്ങനെയാണ് ഞാൻ ഈ ക്ലാസ്സിൽ വന്നപ്പം, ക്ലാസ് കേട്ടപ്പം ഉപകാരപ്പെടും എന്ന് പഠിക്കാൻ തുടങ്ങിയതല്ലേ ഉള്ളൂ. ഉപകാരപ്പെടുമെന്നാണ് പ്രതീക്ഷ. ഏത് സമയത്തും നമുക്ക് ചക്ക കിട്ടും. ഇപ്പൊ നമുക്ക് ഇവിടെയൊക്കെ നാടൻ ചക്ക ആയല്ലോ. അപ്പൊ നമുക്ക് ഈ കേരളത്തിന്റെ പല ഭാഗത്തായിട്ട്, ഒരു സ്ഥലത്തല്ല. ഇപ്പൊ വയനാട്ടില് ചക്ക പൊട്ടാൻ പോലും തുടങ്ങിയിട്ടില്ല, പൂ പോലും വിരിയാൻ തുടങ്ങിയിട്ടില്ല. അപ്പൊ നമുക്കിങ്ങനെ ഈ ചക്ക സപ്ലൈ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവർക്കിത് നന്നായിട്ട് അറിയാം. അപ്പൊ അവര് നമുക്ക്, നിങ്ങൾ ആരും ചക്ക യൂണിറ്റ് ചെയ്യുന്ന ആളുകൾ ചക്ക പറിക്കാനും ചക്ക കൊണ്ടുവരാൻ. ഞാൻ പടിഞ്ഞാറേക്കല്ലടയിൽ നിന്നാണ് വരുന്നത്. ഞാൻ വളരെ നാളുകളായിട്ട് ഈ ചക്കക്കൂട്ടത്തിനകത്തുണ്ട്. പക്ഷെ ഒരുപാട് വട്ടം പഠിക്കാൻ വിളിച്ചിട്ടും എനിക്ക് പഠിക്കാൻ വരാനൊക്കാത്ത ഒരു സാഹചര്യമായിരുന്നു. ഞാനിപ്പോൾ പടിഞ്ഞാറേക്കല്ലട പഞ്ചായത്തിന്റെ CDSന്റെ ഒരു ചിപ്സ് കമ്പനി നടത്തുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ ചക്കയുടെ ഐറ്റങ്ങളും കൂടി ഉൾപ്പെടുത്തി പോകാൻ വേണ്ടിയാണ് ഞാൻ ഇതിനകത്ത് പങ്കെടുത്തത്. പക്ഷെ നമുക്ക് സ്ഥിരമായിട്ട് ഇറക്കി തരുന്ന ആളുകളാവുമ്പോൾ ആ ഒരു ഏകദേശം 20 രൂപ റേഞ്ചിൽ നിൽക്കും. 40 രൂപ ഉള്ള സമയത്തും നമുക്ക് ആ ഒരു ഇതിൽ കിട്ടും. 8 രൂപ മുതൽ സ്ഥിരമായിട്ട് 8 രൂപ, നല്ലോണം ചക്ക കിട്ടുന്ന സമയത്തൊക്കെ 5 രൂപയുള്ളൂ.
8 രൂപ, 12 രൂപ, 16 രൂപ, അങ്ങനെ 20 രൂപ വരെ. ഇപ്പൊ എത്രയാ സുന്ദരയുടെ ചക്ക? ആ പക്ഷേ കിലോയ്ക്ക്, ഒരു ചക്കയ്ക്കല്ല കേട്ടോ, കിലോയ്ക്ക്. ഈ ചക്ക മേടിച്ചത് 600 രൂപ. ഇതിന്റെ വില 600. പഴുത്ത ചക്ക വേണ്ടിയാണ് നമ്മൾ മേടിച്ചത്. 10 ചില്ലറേ ഉള്ളൂ. അപ്പൊ 60 രൂപ വരെ, അതാ ഞാൻ പറഞ്ഞേ, 60 രൂപ വരെ ആക്കാം. അതൊക്കെ നിങ്ങൾക്ക് തരാം. നമ്മളിവിടെ ഈ പെരുമ്പാവൂര് എനിക്കൊരു യൂണിറ്റ് ഉണ്ട്. അവൻ പൾപ്പ് മാത്രമേ ചെയ്യുന്നത്. പക്ഷെ പൾപ്പ് മാത്രമേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവന് ഒരു ലോഡ് ചക്ക എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഓർഡർ വന്നു. നമ്മളെ ഇപ്പൊ ഞാൻ എന്റെ സംരംഭകരൊക്കെ പറയുന്ന കാര്യം, നിങ്ങൾ ഒന്നും നോന്ന് പറയരുത്. എന്താണോ നിങ്ങളോട് ചോദിക്കുന്നത് അത് കൊടുക്കാം. ചക്ക വേണോ, ചക്കന്റെ പ്രോഡക്റ്റ് വേണോ, അങ്ങനെ ആയാൽ മാത്രമാണ് നമ്മളെ അടുത്ത് കസ്റ്റമേഴ്സ് നമ്മളെ വിട്ടു പോവാണ്ട് എന്ത് ചോദിച്ചാലും അവരുടെ അടുത്ത് കിട്ടുന്നുള്ളൊരു അങ്ങനെ വേണം നമ്മൾ കൊണ്ടുപോകാൻ. വേറൊരാൾക്ക് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ പറഞ്ഞേ, മേഘാലയയിലുള്ള എന്റെ ചക്ക പെരുമ്പാവൂരുള്ള ഒരാൾക്ക് കൊടുത്തിട്ട് തൃശ്ശൂരുള്ള വേറൊരാൾക്ക് അതിന്റെ പ്രൊഡക്റ്റ് കൊടുത്ത്, അയാൾ സാമ്പിൾ കൊടുത്ത് വേറൊരാൾക്ക്. ഇതെല്ലാം എൻ്റെ സംരംഭകരാണ്. എനിക്ക് വേണമെങ്കിൽ അത് നേരിട്ട് ഈ ചോദിച്ച ആൾക്ക് കൊടുക്കാം. ഞാൻ ഉദ്ദേശിക്കുന്നതല്ല. നമ്മളെ ആളുകളൊക്കെ നിലനിന്ന് പോകണം. ഞാൻ ഇതിൽ നിന്നും 1 രൂപ പോലും വാങ്ങിയിട്ടില്ല. എന്താ വെച്ചാൽ അനിൽ സാറ് പറയുന്ന പോലെ നമ്മളെ കൊടുത്തു പോവാൻ വേണ്ടി നിൽക്കുന്ന ആളുകളെ നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇത്ര തിരക്കും വരുന്നത്. നമ്മൾ കൊടുത്തു പോവാ, നമ്മളൊന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ഇതൊന്നും നമ്മളതല്ല, ഒന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതാ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, നമ്മളെ ഇനി ഞാൻ ചക്കേനെ എങ്ങനെയാണ് സംസ്ഥാന ഫലമാക്കിയെന്നും കൂടി പറഞ്ഞിട്ട് നമ്മുടെ പ്രൊഡക്റ്റിലേക്ക് പോവാം. നിങ്ങൾ അമ്പലവയല് കേട്ടിട്ടുണ്ടാവും അല്ലെ? അമ്പലവയല് കേട്ടിട്ടുണ്ടോ? അമ്പലവയല് ഈ പ്രാവശ്യം നമ്മളെ അവക്കാഡോന്റെ സിറ്റി ആക്കി മാറ്റിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ അവക്കാഡോ ഉള്ളൊരു സ്ഥലമാണ്. അവിടെ നമ്മളെ KVKയില് കൃഷി വിജ്ഞാന കേന്ദ്രത്തില് നമ്മൾ ഈ അന്താരാഷ്ട്ര ചക്ക മഹോത്സവം നടത്തി. അതിൽ 2000 പേർക്ക് ഞാൻ ചക്ക സദ്യ കൊടുത്തു. 2000 പേർക്ക് ചക്ക സദ്യ കൊടുത്തു. 22ഓളം കറികളും 2 തരം പായസവും. അന്ന് അത് കഴിക്കാനിടയായ അന്നത്തെ കൃഷി മന്ത്രി VS സുനിൽകുമാർ സാറ് അത് കഴിച്ചതും അന്ന് രാത്രി തന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പത്മിനി, നമുക്ക് നിയമസഭയിൽ ഒരു ചക്ക വിഭവങ്ങൾ കൊടുക്കണമെന്ന്. അങ്ങനെ അതിന്റെ തൊട്ട മാസം തന്നെ ഞങ്ങള് അമ്പലവയല് KVKന്ന് ഒരു 28ഓളം വെറൈറ്റി ചക്കയും 250ഓളം ഒട്ടുപ്ലാവിന്റെ തൈയായിട്ട് നമ്മുടെ നിയമസഭയിൽ ചക്ക വിഭവങ്ങൾ കൊടുക്കാൻ വേണ്ടി VS സുനിൽകുമാർ സാറിന്റെ വീട്ടിൽ ഈ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അവിടെ നിന്ന് ഞങ്ങൾ ഈ ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കി 750 പേർക്ക് നമ്മൾ നിയമസഭയിൽ ചക്ക വിഭവങ്ങൾ കൊടുത്തു. അത് കഴിക്കാനിടയായിട്ടാണ് നമ്മളെ ചക്കേനെ സംസ്ഥാന ഫലമാക്കാനുണ്ടായ ഒരു ശ്രദ്ധ നമ്മൾ ഗവൺമെന്റിലേക്ക് എത്തിച്ചത്. അങ്ങനെയാണ് നമ്മളെ ചക്കേനെ സംസ്ഥാന ഫലമാക്കിയത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ചക്കേന്റെ കാര്യം മാത്രം പറയുമ്പോൾ സുനിൽ സാർ പറയുന്നു, ചക്കേനെ മാത്രം എന്തായാലും പ്രൊമോട്ട് ചെയ്യാൻ പറ്റൂല, കൃഷി മന്ത്രിയാണല്ലോ, അപ്പൊ ഒരു ചക്കേനെ മാത്രം ഒരു കൃഷി മന്ത്രിക്ക് ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ മറ്റുള്ള അതിന്റെ ഭാഗമായിട്ടാണ് അന്ന് നമുക്കറിയാം വൈനൊക്കെ ഉണ്ടാക്കാനുള്ള നമുക്ക് ലൈസൻസ്, കർഷകന് വൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചക്കയും ബനാനയും പൈനാപ്പിളും ഈ 3 വൈൻ ഉണ്ടാക്കാനുള്ള ഒരു ഓർഡറും കൂടി പാസ്സാക്കിയത് അന്ന് സാറാണ്. അപ്പൊ അങ്ങനെ വലിയ ഇടപെടൽ നടത്തിയിട്ടുള്ള ഒരു മിനിസ്റ്ററാണ് നമ്മളെ സുനിൽ സാറ്. സാറിനോട് എപ്പോൾ ഞാൻ പറയും, പക്ഷെ സാറ് പറയും ഇങ്ങനെ, അത് കഴിഞ്ഞിട്ട് മറ്റുള്ള ആളുകളൊന്നും അതിലേക്ക് ശ്രദ്ധിക്കാത്തത് കൊണ്ട് നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്തു. തിരുവനന്തപുരത്ത് ഒരു ചക്ക വണ്ടി, ചക്കേന്റെ ഉൽപ്പന്നങ്ങളൊക്കെ നമുക്ക് വണ്ടിയിൽ ഉണ്ടാക്കുന്ന ആൾക്ക് ആ വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ഓരോ സ്ഥലത്ത് ഓരോ ദിവസം പോകുന്നതും അങ്ങനെ വലിയ ഇടപെടലുകൾ നടത്തിയിട്ട് ഉണ്ടായിരുന്നു. എന്തായാലും അതാണ് ഇന്ന് ചക്ക സംരംഭകരെയും ചക്ക കർഷകരെയൊക്കെ ഈ ഒരു നിലയിൽ എത്തിച്ചിട്ടുള്ളത്. അപ്പം അവരോടൊക്കെ നമുക്ക് നന്ദി ഉണ്ടാവട്ടെ. അപ്പൊ നമുക്ക് അടുത്തത് നമ്മളെ ചക്കേന്റെ ഉൽപ്പന്നങ്ങളിലേക്ക് പോവാം. അപ്പൊ നേരത്തെ സാറ് പറഞ്ഞു ചക്ക സീറോ വേസ്റ്റ് എന്ന് വെച്ചാൽ നമ്മളിപ്പോ 60 രൂപ കൊടുത്തിട്ട് ഒരു ചക്ക വാങ്ങിക്കഴിഞ്ഞാല് ആ ചക്ക ചുള മാത്രം നമ്മളെടുത്ത് ഉൽപ്പന്നം ഉണ്ടാക്കിയാൽ നമ്മൾ ഒരിക്കലും നിലനിന്നു പോവില്ല. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചക്ക സീറോ വേസ്റ്റ് എന്നുള്ളത്. ചക്കേന്റെ മുള്ളു മുതൽ അതിന്റെ വിളഞ്ഞി അല്ലെങ്കിൽ അരക്ക് എന്ന് പറയുന്ന സാധനങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അത് ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞു പോയിട്ട് നമ്മളെ പ്രാക്ടിക്കൽ ഇതിലേക്ക് പോവാം. ചക്കമുള്ള് എന്ന് പറയുന്ന സാധനം ഇതാണ്. ഈ ചക്കമുള്ളിനെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞുണക്കി ഈ 1 കിലോ ചക്കമുള്ള് ഉണങ്ങിയതിന് ശേഷം 1 കിലോ ഇപ്പൊ എഴുതണ്ട, നിങ്ങൾക്ക് അതൊക്കെ ഞാൻ പിന്നെ ഇട്ട് തരും. ചക്കമുള്ളും അതിൽ 100 ഗ്രാം രാമച്ചത്തിന്റെ വേരും 100 ഗ്രാം മല്ലിയും കൂടി ചേർത്തിട്ട് നിങ്ങൾ ഒന്ന് ക്രഷ് ചെയ്ത് സ്ഥിരമായിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചു കഴിഞ്ഞാൽ, നേരത്തെ സാറ് പറഞ്ഞില്ലേ, കൊളസ്ട്രോള്, ഷുഗർ, ശരീരത്തിലെ പൊണ്ണത്തടി, യൂറിനറി ഇൻഫെക്ഷൻ, ഇതിനൊക്കെ ഏറ്റവും നല്ലൊരു മെഡിസിൻ ആണ് ചക്കമുള്ള്, ദാഹശമനി. ഇതൊക്കെ എടുക്കാം.
പഴുത്ത ചക്കേന്റെ അല്ലാന്നേ ഉള്ളൂ, പച്ച ചക്കേന്റെ എല്ലാം എടുക്കാം. എന്നിട്ട് നമ്മൾ അതുപോലെ തന്നെ ഇതിനെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞുണക്കി പൽപ്പൊടി ഉണ്ടാക്കാം. ഇതിനെ നമ്മൾ അരിഞ്ഞുണങ്ങി പൊടിച്ചതും അതിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ട് പൽപ്പൊടി. ഇപ്പൊ റീനയില്ലേ, അവളൊക്കെ സ്ഥിരമായിട്ട് ഇത് പഠിച്ചതിന് ശേഷം ഒരു 4 വർഷമായിട്ട് അവൾ ഈ പൽപ്പൊടി ഉപയോഗിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞേ. ഇല്ല അവളിപ്പോ കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഞാൻ അവിടെ പോയി അവളെ വീട്ടിൽ. അപ്പൊ എന്റെ ഒന്ന് ചേച്ചി പഠിപ്പിച്ചതിന് ശേഷം ഞാൻ ഇത് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഞാൻ പറഞ്ഞു നന്നായി, എന്റെ പല്ല് കുറച്ചും കൂടി കാലം നിൽക്കും. നമ്മൾ ഈ മറ്റുള്ള കെമിക്കലൊക്കെ തേച്ചിട്ട് പല്ല് തേക്കുന്നതിനെ, അപ്പൊ പരസ്യം നമ്മള് അവളെ കൊടുക്കാം, നമുക്ക് അടുത്ത പരസ്യം ചക്കേന്റെ ഇതില്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നാളെ പല്ല് തേക്കാൻ ഞങ്ങൾ ആദ്യം ചെയ്യുന്നതാ, പൽപ്പൊടി ഉണ്ടാക്കും, ചക്കക്കുരു വെച്ചിട്ട് കാപ്പി ഉണ്ടാക്കും. അപ്പൊ കട്ടൻ ഇടുന്നത് നമ്മളെ ചക്കക്കുരുവിന്റെ കാപ്പിയും പല്ല് തേക്കുന്ന ഇതും. അതാണ് ഞങ്ങള് ചക്കക്കൂട്ടക്കാര് സാധാരണ ചെയ്യാറ്. അപ്പൊ ഇത് വെച്ചിട്ട് നല്ല അടിപൊളി പൽപ്പൊടി ഉണ്ടാക്കാം. മതി മതി മതി. അപ്പൊ പൽപ്പൊടി ഉണ്ടാക്കാം, മുള്ളു വെച്ചിട്ട് ദാഹശമനി ഉണ്ടാക്കാം. ഈ 2 സാധനം. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് അതിന്റെ ഈ എന്താ പറയാ കൂഞ്ഞില്. ഇതിന്റെ തൊട്ട് ഇല്ല, കൂഞ്ഞിലല്ല, മറ്റേ അതല്ല കൂഞ്ഞില്ല, ഇത് ഈ ഭാഗം ഇത് വെച്ചിട്ട് നമുക്ക് നല്ല അച്ചാർ ഉണ്ടാക്കാം. മടല് നല്ല അച്ചാർ ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഇത് വെച്ചിട്ട് ടൂട്ടി ഫ്രൂട്ടി, നിങ്ങൾ ഈ കേക്കിലൊക്കെ കണ്ടില്ലേ പപ്പായ വെച്ചിട്ടൊരു സാധനം ഉണ്ടാക്കുന്നത്, അത് ചെയ്യാം. ഡ്രൈ ഫ്രൂട്ട് ചെയ്യാം. അങ്ങനെ നിരവധി ഉൽപ്പന്നം ഈ സാധനം വെച്ചിട്ട് ഉണ്ടാക്കാം. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് നമ്മളെ ഇതിന്റെ മുകളിൽ വരുന്ന ചകിണി നിങ്ങൾ ഉപ്പേരിച്ച് കഴിക്കൂ അല്ലെ. തിരുവനന്തപുരം മിക്സർ ഉണ്ടാക്കാം നമുക്ക്. ഇത് നമ്മൾ ചക്കേന്റെ മിക്സർ ഉണ്ടാക്കുമ്പോൾ അതിൽ നമുക്ക് ഇത് വറുത്തിട്ട് ചേർക്കാം. പിന്നെ ഇത് ഉണക്കി പൊടിച്ച് ചമ്മന്തിപ്പൊടിയോ ഇത് വെച്ചിട്ടുള്ള നിരവധി പൗഡറുകളിൽ നമുക്ക് ചേർക്കാം. നമ്മളിപ്പോൾ സാമ്പാർ പൊടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിൽ ഇവര് ഇഷ്ടിക പൊടിയൊക്കെ ചേർക്കുന്നുണ്ട് പറയുന്നു. നമുക്ക് ആ പൊടിന്റെ പൊലിമ കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് ഉണക്കി പൊടിച്ചിട്ട് ഇതിന്റെ ഭാഗങ്ങളൊക്കെ നമുക്ക് ചേർക്കാൻ വേണ്ടി പറ്റും. എൻ്റെ പേര് KB വസന്തകുമാർ. ഞാൻ തിരുവനന്തപുരം വെഞ്ഞാറമുട്ടിലാണ് താമസം. GP ന്യൂട്രി ഫുഡ് എന്ന് പറയുന്നിട്ട് ഒരു പ്രസ്ഥാനം തുടങ്ങാനുള്ള എല്ലാം ആയിരിക്കുകയാണ്. അടുത്ത മാസം അതിൻ്റെ ഉദ്ഘാടനമാണ്. ഇവിടുത്തെ ഈ ട്രെയിനിങ്ങിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന റിസോഴ്സ് പേഴ്സൺ ഏറ്റവും നല്ലൊരു റിസോഴ്സ് പേഴ്സണാണ്. അതിമനോഹരമായി പ്രസൻറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. കാര്യങ്ങൾ ആത്മാർത്ഥമായി പറഞ്ഞു തരുവാനുള്ള മനോഭാവമുണ്ട്. എല്ലാവർക്കും പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്ക് ഏറെ പ്രയോജനകരമായ ഒരു ട്രെയിനിങ് ആണിത്. 2 ദിവസത്തെ ഈ ട്രെയിനിങ് വളരെ ഫലവത്താണ്. പുതിയ സംരംഭകർക്കും സംരംഭത്തിലേക്ക് വരാൻ തുടങ്ങുന്നവർക്കും സംരംഭം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്കും ഏറെ പ്രയോജനകരമായ ഒരു ട്രെയിനിങ് സെഷനാണിത്. അപ്പൊ നമ്മൾ അതിന്റെ ചകിണി എടുത്തു. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് അതിന്റെ ഉള്ളിൽ വരുന്നത് നമ്മളെ ചൊളയല്ലേ വരിക. ചൊളക്ക് ഇപ്പത്തെ വില 500 രൂപയാണ്. പൗഡറിന് എത്ര സുന്ദരമായിട്ട വില? ചക്കപ്പൊടി 1000 രൂപ വരെ കിട്ടുന്നുണ്ട്. മോഹവിലയാണ് ഇതൊക്കെ. എന്താ വെച്ചാൽ അത്യാവശ്യക്കാരൻ വന്ന 1000 രൂപ വരെ ഇതിന്റെ ഉണക്കിയ പൊടിക്ക് 500 രൂപയാണ് ഇപ്പത്തെ. അല്ല 500 രൂപ എന്തായാലും നിങ്ങൾക്ക്. അപ്പൊ നിങ്ങളെ വേറെ എന്തിനും നിങ്ങൾ എത്ര മാത്രം പണിപ്പെട്ടിട്ടാണ് ഒരു കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നത്? ചക്ക നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അതിനെ? അപ്പൊ ഇതൊന്ന് വെറുതെ ഉണക്കി പൊടിച്ചിട്ട് നമുക്ക് ഇതിന്റെ പൗഡർ വെച്ചിട്ട് ഹെൽത്ത് മിക്സ്, അങ്ങനെ നിരവധി ചപ്പാത്തിപ്പൊടി, പത്തിരിപ്പൊടി, ഇടിയപ്പപ്പൊടി, ഇതൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അതിന്റെ തന്നെ കുറെ പ്രോഡക്റ്റ് ചെയ്യാൻ പറ്റും. വളരെ നല്ല രീതിയിലൊരു ട്രെയിനിങ്ങിന് വേണ്ടി എത്തിയതാ. അപ്പം കുറച്ച് പ്രോഡക്റ്റുകളൊക്കെ ഉണ്ടാക്കാൻ പഠിപ്പിച്ചു. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾക്ക് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, നമ്മൾ വാഴിക്കളയുന്ന ചക്ക കൊണ്ടുണ്ടാക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെ കുറിച്ച് വളരെ വിശദമായിട്ടൊക്കെ പഠിക്കാനുള്ള ആഗ്രഹത്തോടാണ് വന്നത്. ഇന്ന് 1 ദിവസമേ ആയുള്ളൂ. അപ്പം 2 ക്ലാസ്സോടുകൂടി ഞങ്ങളെല്ലാം തന്നെ പഠിച്ച് മനസ്സിലാക്കി കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹത്തോടാണ് വന്നിരിക്കുന്നത്. അതിന്റെ ഉള്ളിൽ വരുന്നതാണ് ഈ പാട അല്ലേ? ഈ പാട ഇത് നിങ്ങൾ എന്ത് ചെയ്യും? മെഴുക്കുവരട്ടി ഉണ്ടാക്കും. ഉപ്പും മഞ്ഞളും തേച്ചിട്ട് വെയിലത്ത് വെച്ച് സ്റ്റീം ചെയ്ത് വെയിലത്ത് വെച്ച് ഉണക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ വറക്കാം. പച്ചക്കപ്പല്ലേ വറക്കാൻ പറ്റും. ഇപ്പൊ നമ്മളിത് കുറച്ച് നാളത്തേക്ക് വെക്കാനുള്ള സാധനമാണ് പറയുന്നത്. ഒന്നും വരില്ല. ചകിണിയല്ല, ഈ ഇതിന്റെ കുരുവിന്റെ മുകളിലുള്ള പാട. അതല്ല, അത് പറയാം. ഇത് പാട, അതിന്റെ മുകളിലുള്ള പാട. ഇതിനെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരംകാര് ഇതൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഈ കൊല്ലം ജില്ലയിലേക്കും എനിക്ക് തോന്നുന്നു കഴിക്കുന്നു. ഇതിനെ നമ്മള് കഴിക്കും, പക്ഷെ സൂക്ഷിച്ചു വെക്കാറില്ല. അപ്പൊ നമ്മള് ഇതിനെ ഒന്ന് സ്റ്റീം ചെയ്യണം. കുറച്ച് ഉപ്പും മഞ്ഞളും മുളകും തേച്ച് വെയിലത്ത് വെച്ച് ഉണക്കി. നമ്മൾ മുളക് കൊണ്ടാട്ടമൊക്കെ വറക്കൂലേ,
അതുപോലെ വറ്റലായിട്ട് വറുത്ത് ഉപയോഗിക്കാം. വീണ്ടും നിങ്ങൾക്ക് ഇതിനെ സ്ഥിരമായിട്ട് മെഴുക്ക് പുരട്ടി ആക്കാനും ഇത് പറ്റും. വെള്ളത്തിലിടുമ്പോൾ നല്ല ഇതായിട്ട് വരും. അങ്ങനത്തെ ഡ്രയറാണ് ഇത്. നമ്മളിവിടെയുള്ള ഡ്രയർ അങ്ങനത്തെ ഡ്രയറാണ്. പിന്നെ വരുന്നതാണ് നമ്മൾ എന്താണ് അതിന്റെ കുരുവിന്റെ മുകളിലുള്ള പ്ലാസ്റ്റിക് കോട്ടിങ്. ഈ കോട്ടിങ് അല്ലേ, ഇത് നമ്മൾ ഒന്നും ചെയ്യില്ല. പക്ഷെ ഇത് ഏറ്റവും നല്ലൊരു ഫേസ് പാക്ക് ആണ്. ഇതിനെ നമ്മൾ തൊലി എടുത്തിട്ട് ഇത്ര തന്നെ മഞ്ഞൾപ്പൊടിയല്ല, മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത് കടയിൽ നിന്ന് വാങ്ങുന്നത്, മഞ്ഞൾപ്പൊടി നമ്മളെ വീട്ടിലുണ്ടാക്കുന്നത്. നമ്മൾ പറയോ കടയിൽ നിന്ന് ഞാൻ മഞ്ഞൾ വാങ്ങിയിട്ട് പൊടിച്ചത്, ആ മഞ്ഞളിന്റെ മുകളിൽ നിങ്ങൾക്ക് അറിയാം അതിന്റെ എല്ലാ സാധനവും വലിച്ചെടുത്തിട്ടുള്ള ഒരു ചവറാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ അത്യാവശ്യം നമ്മളെ വീട്ടിലൊരു കവറിലെങ്കിലും ഇതിനെങ്കിലും കുറച്ച് മഞ്ഞൾ നമ്മൾ നട്ടു വളർത്തുക. അപ്പം ഇതിന്റെ കൂടെ അത്ര തന്നെ ഇത് എത്രയാണോ ഉണങ്ങി പൊടിച്ചത് അത്ര തന്നെ മഞ്ഞളും കൂടെ ചേർത്തിട്ട് നമ്മൾ ഇനി മഞ്ഞൾ ഇല്ലെങ്കിൽ, മഞ്ഞൾ പറ്റാത്ത ആളുകൾക്ക്, ചില ആളുകൾക്ക് മഞ്ഞൾ മുഖത്ത് തേച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, അതിന് നമുക്ക് മുൾട്ടാനി മിട്ടിയില്ലേ, അത് മിക്സ് ചെയ്യാം. എന്നിട്ട് രണ്ടും കൂടെ മുഖത്ത്, മുൾട്ടാനി മിട്ടി അതൊരു മണ്ണാ, അല്ലെങ്കിൽ ഇത് മഞ്ഞൾ ചേർത്താ മതി. അതൊക്കെ പൊടിച്ച് കാണിച്ചു തരാം. മുഖത്ത് 10 മിനിറ്റ് തേച്ചിടാം. മുഖത്ത് 10 മിനിറ്റ് വെള്ളമോ റോസ് വാട്ടറോ എന്തിലെങ്കിലും നമ്മള് മുഖത്ത് തേച്ചിടാം. തേച്ച് 10 മിനിറ്റ് കഴിയുമ്പോൾ നന്നായിട്ട് മസാജ് ചെയ്യുക. നന്നായിട്ട് മസാജ് ചെയ്തിട്ട് 2 ചക്കക്കുരു പാലിൽ വേവിച്ച് അരച്ച് ഫേസ് പാക്ക് ആയിട്ട് മുഖത്തിടുക. ഇത് സ്ക്രബായിട്ടാണ്, ഇത് ഫേസ് പാക്ക് ആയിട്ട്. പശുവും പാല്, എന്ത് പാലായാലും കുഴപ്പമില്ല, പാലില് അരച്ചിടാം. മുഖത്ത് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ഒരു 7 ദിവസം ചെയ്ത് നിങ്ങളെ മുഖം നല്ല വെട്ടി തിളങ്ങും. ഞാനിത് പറഞ്ഞു കൊടുക്കുന്നോണ്ടാ. ഇതിന് നേരെ വേണ്ടേ, ചക്ക തീറ്റിക്കുക, ചക്കേനെ പ്രൊമോട്ട് ചെയ്യുക, അതുകൊണ്ടാണ്. രണ്ടും കൂടെ പൊടിക്കുക. ചക്കക്കുരു അല്ലാതെ പൊടിക്കണം. നിങ്ങൾക്കത് സെയിൽ ചെയ്യാനാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ പൊടി വേറെ ഫേസ് പാക്ക്, പിന്നെ ചക്കക്കുരു വെറുതെ പൊടിച്ചിട്ട് അതിൽ അവരോട് ചെയ്യുമ്പം പറയാ അത് പാലിൽ ചാലിച്ചിട്ട് മുഖത്തിടണം എന്ന്. അതൊക്കെ നിങ്ങളെ ട്രിക്ക് പോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത് ഇങ്ങനെയൊക്കെ ചെയ്യാന്നുള്ളത് മാത്രമേ ഞാൻ നിങ്ങളെ പഠിപ്പിക്കൂ. മതി. അപ്പം അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് കുരു അല്ലേ. കുരു നിങ്ങൾ എന്ത് ചെയ്യും? മെഴുക്ക് പുരട്ടി വെക്കും, തോരൻ വെക്കും, പിന്നെ പുഴുങ്ങി തിന്നും, ഷെയ്ക്ക് അടിക്കും, പിന്നെ എന്തെങ്കിലും ചെയ്യും, പൊടിച്ചു വെക്കും. ചേച്ചി മിണ്ടരുത്, ചേച്ചി എന്റെ ഒരു ക്ലാസ് പങ്കെടുത്തി, അതുകൊണ്ട് ചേച്ചി ഇങ്ങനെ വിളിച്ചു പറയും. ഇപ്പൊ കണ്ടോ ചക്കക്കുരു വെച്ച് എന്തൊക്കെ ഉണ്ടാക്കാന്ന്. ഇതൊന്നുമല്ല, നിങ്ങള് യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാം. വയനാട്ടില് ഒരു വലിയൊരു ചക്കക്കുരുവിന്റെ വലിയൊരു സംരംഭമുണ്ട്, ഒരു യൂണിറ്റ്. എന്റെ സംരംഭ ഞാൻ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന സംഭവമാണ്. അവരിപ്പം എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയല്ല. ആദ്യമായിട്ട് ചക്കക്കുരുവിന്റെ പായസ മിക്സ് ഉണ്ടാക്കി അത് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയൊരു യൂണിറ്റ് ആണ്. ഇവര് കുറച്ചുപേരൊക്കെ അവിടെ വന്ന് കണ്ടിട്ടുണ്ട്. നമ്മൾ ആ യൂണിറ്റ് നടവയലാണ്. അവര് 25 രൂപയ്ക്ക് ചക്കക്കുരു എടുക്കുന്നുണ്ട്. കേരളത്തിന്റെ എവിടെ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ചക്കക്കുരു അവിടെ എത്തിക്കാൻ 25 രൂപ വരും. ഒക്കെ പറഞ്ഞുതരാം, ഇതൊക്കെ അവസാനം പറഞ്ഞുതരാം. അപ്പോൾ ചക്കക്കുരു നല്ലൊരു പായസ മിക്സ് ആയിട്ട് ഉപയോഗിക്കുക. ഇത് വെച്ചിട്ട് കാപ്പിപ്പൊടി ഉണ്ടാക്കണം. നമ്മളിവിടെ ഉണ്ടാക്കും. ഇപ്പൊ സൂപ്പറാണ് കാപ്പിപ്പൊടി. കാപ്പി അല്ലാന്ന് ആരും പറയില്ല. ഞാനൊരു സ്ഥലത്ത് പിന്നെ ഇതിന്റെ കാപ്പിപ്പൊടി ഉണ്ടാക്കിയിട്ടേ ഒരു റിട്ടയർഡ് ആയിട്ടുള്ള അധ്യാപകർക്ക് വേണ്ടിയിട്ട് ഒരു 10-80 പേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഒരു ക്ലാസ് എടുത്തിരുന്നു, 1 ഡേ പ്രോഗ്രാം. അതിൽ ഞാനിത് അവരെന്നെ ചെയ്തേ. എന്നിട്ട് അതിൽ വയസ്സായിട്ടൊരു അധ്യാപകൻ, എന്നാലും ടീച്ചർ എന്തോ ചേർത്തിട്ടുണ്ട്, അതിൽ എന്തോ ചേർത്തിട്ടുണ്ട് ടീച്ചർ. ഞാൻ പറഞ്ഞു നിങ്ങളല്ലേ ഉണ്ടാക്കിയേ, നിങ്ങൾ തന്നെ ഉണ്ടാക്കി കാപ്പി ഉണ്ടാക്കി നിങ്ങൾ കുടിച്ച്, ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അതില് അത്രയ്ക്ക് അറിയില്ല ഇത് കാപ്പിപ്പൊടി ഉണ്ടാക്കിയാൽ. അതും ജാക്മിയിൽ നന്നായിട്ട് ചെയ്യുന്നുണ്ട് അവര്. നമ്മൾ അവിടുന്ന് കുറെ പ്രോഡക്റ്റ് ഇങ്ങനെ ഓരോ ആളുകൾ ഇങ്ങനെ വന്നിട്ട് ചോദിക്കുമല്ലോ, അതിൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ചക്കക്കുരു കാപ്പിപ്പൊടി. അപ്പം ഈ ചക്കക്കുരുവിന്റെ ഇത് കഴിഞ്ഞ് ഇനി നടുവിൽ വരുന്നത് നമ്മളെ കൂഞ്ഞിലാണ്. ഈ കൂഞ്ഞില് നടുവിലെ ഇതിനെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ്, ഇല്ല കൂഞ്ഞില് നടുവത്തെ സാധനം ഇല്ലേ, പൂഞ്ചി എന്ന് പറയുന്നത്, നടുവിലെ ഈ ഒരു ഭാഗം ഈ റൗണ്ടിലെ ഇത്. അപ്പൊ ഇത് നമുക്ക് നല്ല ഈ മീറ്റൊക്കെ അച്ചാറിടൂലേ,
നിങ്ങളിപ്പോ രാവിലെ ഫിഷ് അച്ചാർ കഴിച്ചില്ലേ, അതുപോലെ കഷ്ണം മീന് അല്ലെങ്കിൽ കഷ്ണം നമ്മളെ മീറ്റ് ഇറച്ചി അച്ചാർ ഇട്ടതുപോലെ നമുക്ക് ഇതിന് അച്ചാറിടാൻ വേണ്ടി പറ്റും. പിന്നെ ഇത് നമ്മള് നൈസായിട്ട് നീളത്തിൽ അരിഞ്ഞ് ഒന്ന് ചതച്ച് നമുക്കതിവിടെ ഉണ്ടാക്കാം. ചതച്ച് നമ്മള് മീന് ഫ്രൈ ചെയ്യില്ലേ, മാന്ത മീനില്ലേ, അത് ഫ്രൈ ചെയ്യുന്ന പോലെ വറുത്ത് കഴിഞ്ഞാൽ അതിന് മുള്ളുണ്ടാവില്ല എന്നുള്ളൂ. മാന്ത മീനല്ലാതെ ആരും പറയില്ല. അപ്പൊ അങ്ങനെ ഇത് വെച്ചിട്ട് ഇഞ്ചിപ്പുളിയാക്കാം, അച്ചാറാക്കാം, നിരവധി ഉൽപ്പന്നങ്ങൾ ഇത് വെച്ചിട്ടും ചെയ്യാം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമുക്കൊരു ചക്കയിൽ നിന്ന് എന്തെല്ലാം വിഭവങ്ങൾ ഉണ്ടാക്കാം. മനസ്സ് വെച്ചാല്, മനസ്സ് വെച്ചാലൊന്നും നടക്കൂല കേട്ടാ. നിങ്ങൾ പിന്നെ മനസ്സ് വെച്ച ആളുകളല്ലേ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇവിടെ വരുള്ളൂ അല്ലേ. അപ്പൊ അങ്ങനെ നമ്മൾ ചെയ്താൽ മാത്രമാണ് നമുക്ക് വലിയൊരു ലാഭത്തില് സംരംഭം മുന്നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമ്മള് ഇങ്ങനെ എടുത്ത് കുറേ സാധനങ്ങൾ കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് അത്രയൊക്കെയാണ് ചക്കേൻ്റെ. പിന്നെ പഴുത്ത ചക്ക നമുക്കറിയാലോ അല്ലെ. പഴുത്ത ചക്കേന്റെ പൾപ്പിന് ഇപ്പോഴത്തെ വില 100. സുന്ദരേട്ടാ പൾപ്പൊന്നും എടുക്കുമോ? നമ്മള് ചക്ക പൾപ്പിന്റെ വില സുന്ദരേട്ട 400 രൂപ കിട്ടും. 200 രൂപയേ ഉള്ളൂ കേട്ടോ. സുന്ദരേട്ട പിന്നെ എല്ലാം നല്ല വിലയ്ക്ക് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ കൊണ്ടുപോയിക്കോന്നറിയാം. അതാണ് സുന്ദരേട്ടൻ. ഈ ഒരു ടെക്നോളജി നിങ്ങൾക്ക് എവിടെ പോയാലും കിട്ടൂല. ഞാൻ അല്ലാണ്ട് വേറൊരാൾ ഇത് പഠിപ്പിച്ചു തരൂല. ഇത് നമുക്ക് പൾപ്പ് എടുത്തു കഴിഞ്ഞാൽ 1 വർഷം വരെ നോർമൽ ടെമ്പറേച്ചറിൽ സൂക്ഷിക്കാൻ വേണ്ടി പറ്റും. ചെയ്യലുണ്ടോ? ഫ്രീസറിലൊന്നും ഇല്ലാണ്ട് ഇത് കഴിഞ്ഞ വർഷം. ഇത് എത്രയായി സുന്ദരേട്ടാ? 4 മാസമായി, ഒന്നും ആയിട്ടില്ല. ഇതാണ് റിട്ടോട്ട് കവർ. നമുക്കറിയാം നമ്മൾ 3-4 തരത്തിൽ നമ്മൾ സൂക്ഷിച്ചു വെക്കും. നേരത്തെ നമ്മൾ പറഞ്ഞു ഫ്രീസ് ചെയ്ത് വെക്കും, ഉണക്കി വെക്കും അല്ലേ. ഇത് നമ്മൾ റിട്ടോട്ട് ചെയ്യുന്ന രീതിയാണ്. ഇതിൽ നമ്മൾ ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ 1 വർഷം വരെ. അപ്പൊ ചക്ക കിട്ടുന്ന സമയത്ത് മാക്സിമം നമ്മൾ പൾപ്പ് എടുത്ത് വെക്കേണ്ട ആളുകൾക്ക് നമുക്ക് ഇങ്ങനെ എടുത്തു വെക്കാം. ഇപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഐസ്ക്രീം കമ്പനിയൊക്കെയാണ് ഏറ്റവും കൂടുതൽ കൊണ്ടുവന്നത്. എൻ്റെ ഒരു യൂണിറ്റ് കോഴിക്കോടുള്ള ലാസ എലൈറ്റ് മിൽമ, അവർക്കൊക്കെ 500 കിലോ പൾപ്പ് വെച്ചിട്ട് എല്ലാ മാസവും കൊടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാ മാസം കൊടുക്കണമെങ്കിൽ അവരെന്ത് ചെയ്യും? ചീപ്പായിട്ട് ചക്ക കിട്ടുന്ന സമയത്ത് മാക്സിമം പൾപ്പ് അടിച്ചു വെക്കും. അങ്ങനെയാണെങ്കിൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റൂ. അല്ലാണ്ട് ഈ 60 രൂപയും കൊടുത്ത് ചക്ക വാങ്ങിയിട്ട് നിങ്ങൾക്ക് എപ്പോഴും കൊടുക്കാൻ വേണ്ടി പറ്റൂല. അപ്പോ 1 വർഷമല്ല. ഇപ്പൊ ഞാന് നമ്മളെ എന്താ പറയാ, പി ജയരാജ് സാർ അറിയില്ല നിങ്ങൾക്ക്? ഖാദി ബോർഡിന്റെ ആ കൈവെട്ടിയ ഒരു നേതാവുണ്ട് നമ്മളെ കണ്ണൂരിലെ. സാറിനൊരു യൂണിറ്റ് ഉണ്ട്. അങ്ങനെ പറയുമ്പോൾ വേഗം മനസ്സിലാവും. അപ്പോ അവരൊക്കെ എന്റെ ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് രാഷ്ട്രീയമൊന്നും ഇല്ലെങ്കിലും ഇവരൊക്കെ ആയിട്ട് എനിക്ക് നല്ല ബന്ധമാണ്. അപ്പൊ സാറ് ഒരു യൂണിറ്റ് ഉണ്ട് കണ്ണൂര് കൂത്തുപറമ്പില്. അപ്പൊ അവിടെ 3 വർഷമായി ഞാൻ ഈ സാധനം ചെയ്തിട്ട് 3 വർഷമായിട്ടും കേടായിട്ടില്ല. സാറ് ഒരു പ്രാവശ്യം ഇവിടെ വാഴക്കുളം എവിടെ ഒരു മീറ്റിങ്ങിന് വന്നപ്പോൾ പൈനാപ്പിൾ കർഷകർ ഭയങ്കരമായിട്ടും എന്താ പറയാ വിലയില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇതാക്കിയപ്പോ അവിടെയുള്ള 1 ലോഡ് പൈനാപ്പിൾ സാറങ്ങ് വാങ്ങി. എനിക്ക് പണിയായി. അവിടെ കൊണ്ടുവന്നിട്ടിട്ട് പൈനാപ്പിളിന്റെ ഈ പൾപ്പടിച്ചു വെച്ചു. 3 വർഷം കഴിഞ്ഞു. ഇപ്പോഴും അവർക്കൊരു ചെറിയ ഈ എന്താ പറയാ കുടുംബശ്രീന്റെ പോലത്തെ വലിയൊരു യൂണിറ്റ് ഉണ്ട്, ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പൊ അതിൽ അവർ ജ്യൂസ് അടിച്ചു കൊടുത്തിട്ടും ജാം ഉണ്ടാക്കി കൊടുത്തിട്ടും അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇതിലോ ചെറിയ നമുക്ക് അനുവദനീയമായ ചെറിയൊരു പ്രിസർവേറ്റീവ് നമ്മൾ ഇത് ചേർക്കുന്നുണ്ട്. ആ ശരിക്കും പറഞ്ഞതിന്റെ ആവശ്യമില്ല. പക്ഷെ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഞാൻ ഇവരോട് പറയും, നിങ്ങൾക്ക് എത്ര ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടി പറ്റും? ഫ്രീസറിൽ എത്ര കാലം നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റി വെക്കാൻ പറ്റും? ഇത് നിങ്ങൾക്ക് നോർമൽ ടെമ്പറേച്ചറിൽ ഇതിൽ നമ്മൾ 2 ഗ്രാം അല്ലേ ചേർക്കുന്നത്? 2 ഗ്രാമാണ് നമ്മൾ സോഡിയം ബെൻസോയേറ്റ് ചേർക്കുന്നത്. അത് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് വായിൽ പോവുകയും ചെയ്യും. അല്ലാണ്ട് മറ്റുള്ള നിങ്ങൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന എല്ലാ സാധനത്തിലും എന്തുമാത്രം പ്രിസർവേറ്റീവ് ചേർക്കണ്ടറിയോ? ഇതിൽ ശരിക്കും ഇതിന്റെ ആവശ്യമില്ല. പക്ഷെ നമുക്കിങ്ങനെ ഇവർ ചെയ്യുമ്പോഴേ എന്തെങ്കിലും ഒരു ചെറിയൊരു സംഭവം വന്നു കഴിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ടാണ് അത് ചേർക്കുന്നത്. ഇത് ചെയ്യാണ്ട് ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ലാസ്റ്റൊക്കെ ലൈറ്റിലൊക്കെ കൊടുക്കുന്ന ഒരു യൂണിറ്റ് എനിക്കുണ്ട്. അവര് പ്രിസർവേറ്റീവ് ചേർക്കുന്നേ ഇല്ല. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ആ ഒരു രീതിയിലേക്ക് അത്രയും സിസ്റ്റമാറ്റിക്കായിട്ട് വരുമ്പോ ഷുഗർ ഒന്നുമില്ല ഇതില്, പൾപ്പ് മാത്രം. ഷുഗർ വേണമെങ്കിൽ ഇപ്പൊ ഐസ്ക്രീം കമ്പനിയൊക്കെ നമ്മളോട് ഇതിന്റെ ബ്രിക്സ് പറയും, ഇത്ര മധുരം വേണമെന്ന് പറയും. നമുക്കൊരു 18-16 ഇതിന് ബ്രിക്സ് കിട്ടുള്ളൂ സാധാരണ ചക്കയ്ക്ക്, നമ്മളെ പഴുത്ത ചക്കേന്റെ പൾപ്പിന്. അപ്പോൾ ഐസ്ക്രീം കമ്പനിക്കാർക്ക് അത് ഈ 40 വേണ്ടി വരും. അങ്ങനെയാകുമ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് അവർക്ക് കൊടുക്കുന്ന സാധനത്തിൽ നമ്മൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കും, അത് പറയുന്ന അനുസരിച്ചിട്ട്. ഐസ്ക്രീം കമ്പനിയാണ് ഏറ്റവും കൂടുതൽ നമ്മളെ പൾപ്പ് കൊണ്ടുപോകുന്നത്. മെഷീൻ ഇതാ നമ്മളിവിടെ നമുക്കൊരു ബാൻഡ് സീലർ മെഷീൻ ഉണ്ട്. ശരിക്കും ഇതിന്റെ റിട്ടോട്ട് മെഷീൻ ഉണ്ട്.
ആ മെഷീന്റെ വില എന്ന് പറയുന്നത് 35 ലക്ഷം രൂപയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വേറെ ആരും ഇത് പറഞ്ഞു തരില്ലാന്ന്. 35 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് നമ്മൾ ആ മെഷീൻ വാങ്ങിക്കേണ്ടത്. അപ്പം മെഷീൻ ഇല്ലാണ്ടുള്ള സാധാരണക്കാർക്ക് ഇതെങ്ങനെ ചെയ്യാന്നുള്ളതാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതിന് നമുക്ക് ബാൻഡ് സീലർ മെഷീൻ മതി. ബാൻഡ് സീലർ മെഷീൻ, ഇത് ബാൻഡ് സീലർ മെഷീനാണ്. നിങ്ങൾ ഹാൻഡ് സീലർ മെഷീൻ കണ്ടിട്ടുണ്ടാവും. ഇത് ബാൻഡ് സീലർ മെഷീനാണ്. നമ്മൾ പൾപ്പ് എടുത്തിട്ട് അതിലാണ് ഇത് സീൽ ചെയ്യുന്നത്. അത് മാത്രം മതി. പിന്നെ ഇപ്പൊ നിങ്ങൾക്ക് റിട്ടോർട്ട് മെഷീൻ ഉണ്ടെങ്കിലും ഈ സാധനമൊക്കെ വേണം. റിട്ടോർട്ട് മെഷീനിൽ നമ്മൾ ബോയിലർ വേണം. പൾപ്പ് നമ്മൾ ബോയിൽ ചെയ്ത് പാക്ക് ചെയ്ത് ഇതേപോലത്തെ മെഷീനിൽ സീൽ ചെയ്തിട്ട് നമ്മളൊരു മെഷീൻ ഉള്ളിൽ കയറ്റും. അതിൽ നടക്കുന്ന കാര്യം എന്താ വെച്ചാൽ ആദ്യം അതിനെ ചൂടാക്കും, പിന്നെ ആ മെഷീൻ അതിനെ തണുപ്പിക്കും. നമ്മളത് മാനുവലായിട്ട് ചെയ്യും. ഇതിൽ പാക്ക് ചെയ്തിട്ട് ഈ കവറിനെ നമ്മൾ 1/2 മണിക്കൂർ തിളപ്പിക്കും ഈ പ്രൊഡക്റ്റ്. അത് ഈ പാക്കറ്റ് മാത്രമേ പറ്റൂ. നിങ്ങളെ വീട്ടിലുള്ള എല്ലാ പാക്കറ്റും എടുത്തിട്ട് പറ്റില്ല. റിട്ടോർട്ട് കവർ ഇതിന് 13 രൂപയോളം വില വരുന്നുണ്ട് ഈ ഒരു കവറിന്. അത് എല്ലായിടത്തും കിട്ടുകയില്ല. റിട്ടോർട്ട് ഇതിന് നമ്മൾ പൾപ്പ് ആദ്യം അടിക്കും. അതൊക്കെ നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കാണാലോ. പൾപ്പ് അടിച്ചിട്ട് ഇതാണ് റിട്ടോർട്ട് പാക്കറ്റ്, റിട്ടോർട്ട് കവർ. ഇത് ഒരു 5 ലെയറുള്ള കവറാ. മറ്റുള്ള കവറുകളിലൊന്നും നമ്മൾ ഇതേപോലെ തിളപ്പിക്കാൻ പറ്റില്ല. അപ്പൊ ഇതിൽ നമ്മൾ ഈ കവർ നമ്മൾ 1/2 മണിക്കൂർ തിളപ്പിക്കും. അതിനുശേഷം നമ്മൾ തണുത്ത വെള്ളത്തിൽ നോർമൽ വാട്ടറിൽ ഇട്ട് വെക്കും തണുക്കുന്നത് വരെ. എന്നിട്ട് എടുത്ത് നോർമൽ ടെമ്പറേച്ചറിൽ സൂക്ഷിക്കാം. ഇതുപോലെ എല്ലാ ഫുഡും നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് ബിരിയാണി അടക്കം. ഇപ്പൊ റീനേന്റെ അടുത്ത് അവിടെ തിരുവനന്തപുരത്ത് ഞങ്ങൾ 1 മാസം ചക്കേന്റെ ബിരിയാണി ഉണ്ടാക്കി വെച്ചിട്ട് കേടായിട്ടില്ല. എത്ര മാസം നിന്നിടേ അത്? 3-ാമത്തെ മാസമായിട്ടും കേടായിട്ടില്ല. ഞങ്ങൾ ഇങ്ങനെ പരീക്ഷ നടത്തിക്കോ. ഞാൻ ഇതുവരെ പൾപ്പ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമ്മളെ സംരംഭകർക്ക് ഏറ്റവും ബുദ്ധിമുട്ട് വരുന്ന ഒരു സാധനം പൾപ്പാണ്. ഇപ്പൊ ഞങ്ങൾ ബിരിയാണി ചെയ്ത് വെച്ചിട്ട് 3 മാസമായി, ഇതുവരെ ചീത്തയായിട്ടില്ല. ആ ചീത്തയായി കഴിഞ്ഞാൽ ഇങ്ങനെ വീർത്ത് വരും. നിങ്ങൾ പാലൊക്കെ ചീത്തയായി കണ്ടിട്ടില്ലേ, വീർത്ത് വരുന്നേ പാലിന്റെ പാക്കറ്റൊക്കെ? അതുപോലെ ഇത് ചീത്തയായി കഴിഞ്ഞാൽ വീർത്ത് വരും. അപ്പോഴാണ് മനസ്സിലാവുക. അപ്പം ചിലപ്പോൾ നമ്മൾ പൾപ്പ് ചെയ്താലും നമ്മൾ നന്നായിട്ടല്ല ചെയ്യുന്ന വെച്ചാൽ 10 ദിവസം നിങ്ങൾക്ക് നോക്കിയിട്ടേ നിങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ. 10 ദിവസം കൊണ്ട് അത് വീർത്ത് വരും. 10 ദിവസം വരെ നമുക്ക് നോക്കാം. നമ്മൾ വളരെ ഹൈജീനിക് ആയിട്ട് ചെയ്യണം. ഇത് വളരെ സിമ്പിൾ അല്ല. ഒരു സാധനം അതിൻ്റെ ഉള്ളിൽ വരാത്ത രീതിയിൽ നമ്മൾ വൃത്തിയിൽ ചെയ്യുക, അതാണ് ചെയ്യേണ്ടത്. അപ്പൊ അതൊക്കെ ചെയ്യാൻ ഈ ഒരു സ്ഥലം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ചാലക്കുടി ഇതൊന്നും ചെയ്യാൻ വേണ്ടി പറ്റൂല, അങ്ങനത്തെ സൗകര്യങ്ങളില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഞാനിങ്ങനെ ഒരു കുറെ നാളായിട്ട് ഇവരോട് അങ്ങോട്ട് പറയുന്നത്, ഞാൻ ഇവിടെ വെക്ക്, കുറച്ച് ആളുകൾക്ക് ഈ രീതിയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാലോ എന്നുണ്ട്. വേറെ നിങ്ങൾ ഇനി എവിടെ പോയാലും നിങ്ങൾക്ക് കിട്ടില്ല. ഞാൻ പറയാം നിങ്ങളോട്, അവര് കന്നാസിൽ നിറച്ചു വെക്കാനും കുറെ പ്രിസർവേറ്റീവ് കലക്കിയിട്ടൊക്കെ വെക്കാനാണ് KVK നമ്മളോട് പറയാ. അപ്പം ഇത് അങ്ങനെ എന്താ പറയാ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് അടുത്ത് നമ്മളെ പ്രാക്ടിക്കൽ ക്ലാസ്സിലേക്ക് പോവാം. നിങ്ങളെ സംശയങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു സമയം നമുക്ക് കണ്ടെത്തിയിട്ട് ആ സമയത്ത് നമുക്ക് സംശയം തീർക്കാം. അല്ലെങ്കിൽ നമ്മൾ ഈ ഉറക്കം വരുന്നുണ്ടോ തന്നെ കണ്ടോ, ഇത് നമ്മൾ കുറച്ച് ഉപ്പും വിനാഗിരി ഒഴിച്ച വെള്ളത്തിലേക്കാണ് ഇത് ഇട്ടിരുന്നെങ്കിൽ ഈ കളർ വരൂല. നമ്മൾ വെള്ളത്തിലേ കുറച്ച് ഉപ്പും വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ച് അരിയുമ്പം അപ്പൊ ഈ കളർ വരൂല. അപ്പൊ നമ്മൾ ഫ്രോസൺ ഒക്കെ ചെയ്യുമ്പം ആ ഒരു കളർ തന്നെ നമുക്ക് കിട്ടും. ഇല്ല, അതിന് നമ്മളൊന്നേ അത് നമുക്ക് ഇവിടെ ചെയ്യും. ഇവിടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കാണുമല്ലോ. പ്രാക്ടിക്കൽ തന്നെ ചെയ്യാം. ക്ലാസ് എടുക്കുന്നതിന്റെ ഇടക്ക് നമുക്ക് സംശയങ്ങൾ ചോദിച്ചാൽ ബുദ്ധിമുട്ടാവും. അപ്പൊ ഓക്കെ.